ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ വിവേക് രാമനാഥൻ, അദ്ദേഹം ഒരു ഷിപ്പ് ഡിസൈനറാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനിയും ഈ പറഞ്ഞ കൊച്ചിൻ ഷിപ്പ് യാർഡിന് വേണ്ടി ഷിപ്പുകൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേവിക്ക് വേണ്ടി ഷിപ്പുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ആ മേഖലയിൽ വിദഗ്ധൻ കൂടിയാണ്. ശ്രീ വിവേക് രാമനാഥ്, ഈ കപ്പൽ 27 വർഷത്തെ പഴക്കമുണ്ട് എന്ന് പറയുകയാണ്. കപ്പലിന് 27 വർഷത്തെ പഴക്കം എന്ന് പറയുന്നത് വലിയ പഴക്കം എന്ന് കണക്കാക്കാൻ കഴിയുന്നതാണോ? ഈ കപ്പൽ ഉണ്ടായത് എന്താണ്? ഇനി ഈ കപ്പൽ ഇത് പൂർണ്ണാർത്ഥത്തിൽ മുങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. അതിനെ പൊക്കിയെടുക്കലൊക്കെ സാധ്യമാണോ ശ്രീ ശ്രീ വിവേക് രാമനാഥ്? ഒരു കപ്പൽ, ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം. ഒരു കപ്പൽ ഡിസൈൻ ചെയ്യുന്നത് സാധാരണ 25 വർഷത്തേക്കാണ്. അപ്പോൾ അതിനുശേഷം അത് കണ്ടം ചെയ്ത് കളയുക എന്നുള്ളതല്ല. അതിനുശേഷം അതിന് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിന് ഈ കപ്പലിൻ്റെ തുടക്കത്തിൽ തന്നെ ഡിസൈൻ മേഖലയിൽ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് റെഗുലേഷൻസും റൂൾസും നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം ഡിസൈൻ ലെവലിൽ അത് ചെയ്യും. അതിൻ്റെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഷിപ്പ് യാർഡുകളിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതെല്ലാം പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തും. അതിനുശേഷം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ 27 വർഷം എന്ന് പറഞ്ഞു, 27 വർഷവും അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ റെഗുലർ ഇൻ്റർവെൽസിൽ ഇതെല്ലാം കോംപ്ലൈ ചെയ്യുന്നത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സാധാരണ ഇത് ചെയ്യുന്നത്. MSC വളരെ വലിയ ഒരു കമ്പനിയാണ്. അത് സൈപ്രസ് ബേസ്ഡ് ആണ്. അവർ ഇത് പാലിക്കേണ്ടതാണ്. കാര്യം അവർ ഇത്രയും വലിയൊരു കമ്പനി ആയതുകൊണ്ട് അവർക്ക് വളരെ വലിയ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ഈ ഒരു കപ്പലിന് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത് അഗെയിൻ അത് അത്രയും ഡാറ്റ നമുക്കിപ്പോൾ അവൈലബിൾ അല്ല പബ്ലിക് ഡൊമൈനിൽ. കമ്പനിക്ക് അതറിയാമായിരിക്കാം. കമ്പനി അതുപോലെ തന്നെ അതോറിറ്റീസിൻ്റെ അടുത്ത് അത് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു കപ്പലിന് സംഭവിച്ചു എന്നുള്ളത് ചിലപ്പം ഈ 27 വർഷമല്ലായിരിക്കാം അതിൻ്റെ ഒരു പ്രശ്നം. അതെന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ഓഫ് പല ഫാക്ടേഴ്സ് ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവും. പിന്നെ സാധാരണ ഒരു ഷിപ്പ് ഡിസൈൻ ചെയ്യുന്നത് നോർത്ത് അറ്റ്ലാന്റിക് വേവിന് വേണ്ടിയിട്ടാണ്. നോർത്ത് അറ്റ്ലാന്റിക് വേവ് എന്ന് പറയുന്നത് ഇതൊരു കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് വേവ് സ്പെക്ട്രം എന്ന് പറയും. അവിടെ അതായത് ഒരു 10-11 മീറ്റർ വേവ് ഹൈറ്റ് വന്നാൽ പോലും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു ഡിസൈനാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ശ്രീ അഭിലാഷ് ടോമി പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു വെതർ 3-4 മീറ്റർ വേവ് ഹൈറ്റ് ഒന്നും അതിന് വലിയ ഇത്രയും പോകുന്നൊരു കപ്പലിന് അതൊരു പ്രശ്നമാകേണ്ട കാര്യമേ ഇല്ല. അല്ല ശ്രീ വിവേക് രാമനാഥ്, നമ്മളിപ്പോൾ ഇത് പല ഘടകങ്ങളുണ്ടാവാം. ഒരുപക്ഷെ ഈ പറഞ്ഞ കണ്ടെയ്നറുകൾ കയറ്റിയതിലെ അശാസ്ത്രീയത എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ പറയുന്ന വലിയ തിരയൊക്കെ അടിച്ചപ്പോഴേക്കും കപ്പൽ ചെരിഞ്ഞപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിലൊരു സൈഡിലേക്ക് മറിഞ്ഞതൊക്കെ ആവാം. ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ ഒരു വേഴ്സ്റ്റ് കേസ് സിനേരിയോയിലാവില്ലേ അതിൻ്റെ ഡിസൈൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ കണ്ടെയ്നറുകൾ ഏതൊക്കെ ഇതിൽ എങ്ങനെയൊക്കെ മറിഞ്ഞാലും ഇനി കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു പോയാലും കപ്പലിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കാതിരിക്കണ്ടേ ശ്രീ വിവേക് രാമനാഥ്? അതെ, ഡിസൈൻ ചെയ്യുന്നത് ഇതിനേക്കാളൊക്കെ മച്ച് വേഴ്സ് കണ്ടീഷൻസ് ഫേസ് ചെയ്യാനാണ്. പിന്നെ ഇതിനകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, ക്രൂ, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ക്രൂവിന് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അതെല്ലാം പാലിച്ചു എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല, ഇപ്പോൾ വ്യക്തമല്ല. അത്രയും ഡാറ്റ നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. പിന്നെ താങ്കൾ നേരത്തെ ചോദിച്ചു ഇത് പൊക്കിയെടുക്കാൻ കഴിയുമെന്ന്. സാൽവേജിങ് എന്നാണ് പറയുന്നത്. അതിന് വേൾഡ് വൈഡ് വളരെ വൈദഗ്ധ്യമുള്ള പല കമ്പനികളും ഉണ്ട്. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ നിന്ന് വന്ന പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനാണ് ഇപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ ക്രൂവിനെ രക്ഷിക്കാനായിരുന്നു നമ്മുടെ ഫോക്കസ്. അതിനുശേഷം നമ്മൾ പൊല്യൂഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ള അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അവർ കോസ്റ്റ് ഗാർഡിന് അതിന് വേണ്ട പൊല്യൂഷൻ കൺട്രോൾ വെസൽസ് എന്ന് പറയുന്ന വെസൽസ് ഉണ്ട് അവർക്ക്. അതുപോലെ നേവിക്കും അതിന് പല സജ്ജീകരണങ്ങളുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർ അടുത്ത സ്റ്റെപ്പിൽ അതായിരിക്കും നെക്സ്റ്റ് ഫോക്കസ്. കപ്പലിനെ എന്ത് ചെയ്യണമെന്നുള്ളത് അതിന് ശേഷം വരുന്നൊരു ചോദ്യമാണ്. കാര്യം ഇത്രയും ഈ പറഞ്ഞ 38 നോട്ടിക്കൽ മൈൽ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഡെപ്ത് ഉണ്ടാവും. അതിന് പൊക്കിക്കൊണ്ടുവരിക എന്ന് പറയുന്നതൊരു അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അത് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് നെക്സ്റ്റ് സ്റ്റേജിൽ അതിനകത്ത് എന്തെല്ലാം ഉണ്ട്. ഇപ്പോൾ എല്ലാ ഓയിലും സ്പില്ലായി കൊള്ളണമെന്നില്ല. കാരണം പല ക്ലിയർ ടാങ്കിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അത് ചിലപ്പോൾ അത് മാത്രം എടുത്ത് മാറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് അടുത്തതായിട്ടായിരിക്കും. ആദ്യം ഇപ്പോൾ എന്തെങ്കിലും പൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരിക്കും അടുത്ത സ്റ്റേജിൽ. ശരിയാണ്. പക്ഷേ പറയുന്നത് ഇനിയിപ്പോൾ ഇത് നമ്മൾ തോട്ടപ്പള്ളിക്ക് 20 കിലോമീറ്റർ അകലെയാണ്. അവിടെ ഈ പറയുന്ന രീതിയിൽ വലിയ കപ്പലുകളൊന്നും വരുന്ന സ്ഥലമല്ല. എങ്കിൽ കൂടി അത് പ്രധാന കപ്പൽ ചാലിലേക്ക് വല്ലതുമാണ് ഇത് വീണിരിക്കുന്നതെങ്കിൽ മറ്റു വലിയ കപ്പലുകൾ വരികയും അതിൻ്റെ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് വിഴിഞ്ഞമാണ്. നമ്മൾ പഴയ പോലെ ഒരു സംസ്ഥാനമല്ല. നമുക്ക് തൊട്ടടുത്ത് വിഴിഞ്ഞമുണ്ട്. നിരന്തരം കപ്പലുകൾ പോകുന്ന ഒരു കടൽ ആണ് ഇനി ആ കടൽ. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുമെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ അറിയാൻ കഴിയും.